ഫിലിം സ്റ്റാർ ആലിയ ഭട്ടിന് മേലുള്ള കുറ്റാരോപണം ഇവർക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. ആലിയ, താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ താങ്കൾ പറയുന്നത് താങ്കളുടെ അമ്മ ലേറ്റ് നൈറ്റ് പാർട്ടിക്കൊന്നും താങ്കളെ അയക്കില്ലെന്നാണ്. എല്ലാ അമ്മമാരെ പോലെ അതിപ്പോഴല്ല. ഞാൻ കുറച്ച് യങ്ങായിരുന്നപ്പോൾ, അല്ല ഇപ്പോഴും യങ് തന്നെയാ, അപ്പോ കുറച്ചുകൂടി യങ്ങായിരുന്നു. ഞാൻ പാർട്ടിക്ക് വേണ്ടി പുറത്തു പോയാൽ അമ്മയ്ക്ക് തീരെ ഇഷ്ടായിരുന്നില്ല. എന്നെ കുറിച്ച് എപ്പോഴും വറീഡായിരിക്കും. വീട്ടിൽ നിന്ന് പുറത്തുപോയി അധിക നേരം ചെലവഴിക്കാൻ പാടില്ല. സത്യത്തിൽ അത് നല്ല കാര്യം തന്നെയാ. ഒരു യങ് ഗേൾ എപ്പോഴും ഡിസിപ്ലിൻ ആയിരിക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. ദിവസവും വേഗം ഉറങ്ങി നല്ല ഗേളായിരിക്കണമെന്ന് ആഗ്രഹിച്ചത്. അതുപോലെ മഹേഷ് ഭട്ട് വരുന്ന ആൺപിള്ളേരെ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും കേട്ടു. ആൺപിള്ളേരെ ശ്രദ്ധിക്കുന്നോ? അല്ല, ആലിയെ കാണാൻ വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല. എന്നാലും ഇങ്ങനെയൊന്നും നോക്കും. അതിപ്പോഴും അങ്ങനെ തന്നെ. അതിനൊരിക്കലും മാറ്റം സംഭവിച്ചിട്ടില്ല. അച്ഛൻ എപ്പോഴും ഓരോ ദിവസം അച്ഛനായിരിക്കും. ഒരു ദിവസം ഞാൻ എന്റെ ഒരു ആത്മാർത്ഥ ഫ്രണ്ടിന് ഒരു നല്ല ഗിഫ്റ്റ് കൊടുത്തു, അതും ക്രിസ്മസ് ദിവസം. അന്നേരം അച്ഛൻ എന്നോട് ചോദിച്ചു, ഇതിനുവേണ്ടി നീ എത്ര പൈസ ചെലവാക്കിന്ന്. ഞാനപ്പ പറഞ്ഞു ഇതിനുവേണ്ടി ഞാൻ എത്ര ചെലവാക്കിന്നൊക്കെ. ആ സമയത്ത് അതിനുവേണ്ടി ഞാൻ ചിലവാക്കിയത് കുറച്ച് വലുതായിരുന്നു. അതേതാണ്ട് മസാജ് ചെയർ പോലെ. അത് കണ്ടപ്പോ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടു അച്ഛനും ഇതേപോലെ ഒന്ന് വേണമെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, ഇതേപോലെയുള്ള ഗിഫ്റ്റ് ഞാൻ എങ്ങനെയാ തരാം അച്ഛനെന്ന്. അച്ഛനത് യൂസ് ചെയ്യാറില്ല, ബുക്ക് മാത്രമേ വായിക്കൂ. അതുകൊണ്ട് ഞാനന്ന് ചെയ്തത് എന്റെ ക്രെഡിറ്റ് കാർഡ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ അറ്റാച്ച് ചെയ്തു കൊടുത്തു. അവർക്ക് എപ്പോഴൊക്കെ തോന്നുന്നോ അപ്പോഴെല്ലാം എന്റെ ക്രെഡിറ്റ് കാർഡിൽ വാങ്ങുന്നതിന് വേണ്ടി മാത്രം. അതുകൊണ്ട് തന്നെ അച്ഛന് വേണ്ടിയുള്ള ബുക്ക് എപ്പോഴും ലൈഫ് ലോങ് ഞാൻ തന്നെയാ വാങ്ങിക്കൊടുക്കുക. വളരെ നല്ല ഗിഫ്റ്റ്. പക്ഷേ ഇത് കോമ്പറ്റീഷൻ കൊണ്ട് മാത്രം സംഭവിച്ചു. കാരണം അച്ഛനെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയിൽ മറ്റാർക്കെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തതുകൊണ്ട്. അച്ഛനെന്ന് പറയുകയും ചെയ്തു, ഞാൻ നിന്റെ അച്ഛനാ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ. അതായത് അച്ഛൻ ഇത്രത്തോളം ശ്രദ്ധിക്കുന്നു, അമ്മ പാർട്ടിക്കൊന്നും അയക്കുന്നില്ല. എന്നിട്ടും നിങ്ങളുടെ സീക്രട്ട് എങ്ങനെയാണ് ലീക്ക് ഔട്ട് ആകുന്നത്? ദിവസവും ന്യൂസ് പേപ്പറിൽ വരുന്നു ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന്. അത് മാത്രം എങ്ങനെ പുറത്തു വരുന്നു? സീക്രട്ട് ഞാനത് സീക്രട്ട് ഔട്ടെന്നൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ സീക്രട്ട് വേറെ ആരെങ്കിലും ലീക്ക് ചെയ്ത് ഔട്ടായാൽ അത് സീക്രട്ട് ഔട്ടായിന്ന് പറയാം. ഞാനതിന് സ്പെക്കുലേഷൻ എന്ന് പറയും. ചിലത് സത്യം, ചിലത് സത്യമല്ല. അപ്പോ കരൺ ജോഹർ പറയുന്നു നിങ്ങൾ എല്ലാ സീക്രട്ടും അദ്ദേഹത്തിനോട് ഷെയർ ചെയ്യുന്നു. കരണിനോടെല്ലാം പറയാറുണ്ട്. അല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാറുണ്ട്, ആരോടും ഹൈഡ് ചെയ്യാറില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. അല്ല, ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നും എനിക്ക് ഹൈഡ് ചെയ്യാനായിട്ടില്ല. അതായത് ബാത്റൂം കതക് അടയ്ക്കുന്നത് മാത്രം. അതല്ലാതെ വേറൊന്നും എനിക്ക് ഹൈഡ് ചെയ്യാനായിട്ടില്ല. ഞാൻ തികച്ചും ഒരു ഓപ്പൺ ബുക്കാണ്. പക്ഷേ എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ അതെനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ പേപ്പറിലൊക്കെ വരുന്നുണ്ടല്ലോ ചില സമയത്ത് വരുൺ ധവാനെ കുറിച്ച്, പിന്നെ സിദ്ധാർത്ഥ് മൽഹോത്രയെ കുറിച്ച്, മാഗസീനിൽ, സോഷ്യൽ മീഡിയയിൽ, പേപ്പറിൽ. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് സത്യമല്ലെങ്കിൽ അതൊരിക്കലും എന്നെ ബാധിക്കാറില്ല. ഞാൻ എപ്പോഴും അത് കേട്ടാൽ വളരെ കൂളായിട്ടായിരിക്കാറുള്ളത്. പക്ഷേ അതൊരു പക്ഷേ സത്യമാണെങ്കിൽ ഞാൻ എന്തായാലും റിയാക്ട് ചെയ്തിരിക്കും, അത് ഉറപ്പാ. അല്ലാതെ എന്തെയ്യാ? അപ്പൊ ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അതാണല്ലോ ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഞാനൊന്നും തന്നെ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യാറില്ല. മാത്രമല്ല ഒന്നും തന്നെ ഡിനൈ ചെയ്യാറില്ല. അല്ല, ഈ ഡിനൈ ചെയ്യാന്ന് വെച്ചാ ഒരുപക്ഷെ അത് സത്യമല്ലെങ്കിൽ ഞാൻ ഡിനൈ ചെയ്യും. പക്ഷേ ആലിയ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. ഒരുപക്ഷെ അത് വലിയൊരു തെറ്റാണെങ്കിൽ ഞാനത് അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ആവുന്നു എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാനത് ഡിനൈ ചെയ്യും. ഒരുപക്ഷെ വേറെ ആരെങ്കിലും, ആലിയ ഞങ്ങളിങ്ങനെ കേട്ടിരുന്നു നിനക്ക് ഒരു പയ്യനുമായി റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ല ശരിക്കും ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇല്ലാന്ന് പറയില്ല, ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പോഴൊക്കെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിനോടൊപ്പമാണ് താങ്കളുടെ ഫോട്ടോകൾ കൂടുതലായിട്ടും വരുന്നത്. റിസർച്ച് ചെയ്തു നോക്കുമ്പോൾ ഇദ്ദേഹത്തിനോടൊപ്പമാണ് ഇപ്പോൾ കൂടുതൽ ഫോട്ടോകളും വരുന്നത്. ഇദ്ദേഹം ആരാണ്? അല്ല, പയ്യൻ ആരാ? രൺബീർ കപൂർ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആക്സെപ്റ്റ് ചെയ്യാനോ ഡിനൈ ചെയ്യാനോ ഞാൻ ഒരുക്കല്ല. ഞാൻ എന്താണ് ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ താങ്കൾ ഇദ്ദേഹത്തിനോട് എന്റെ മുഖം ചോന്നു തൊടുത്തു. അത് കൺട്രോൾ ചെയ്യാനാ ഞാനിപ്പോ ശ്രമിക്കുന്നത്. ആക്ച്വലി ഞാൻ താങ്കളോട് ചോദിക്കാൻ വന്നത് ഇദ്ദേഹത്തിനോടൊപ്പം താങ്കൾ ഒരു സിനിമ അഭിനയിക്കുന്നുണ്ട്, അതിന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നെന്ന്. നിങ്ങൾ അങ്ങനെ ചോദിച്ചേയില്ല. ഞാൻ മണ്ടിയായിരിക്കാം, പക്ഷെ ഇത്രയ്ക്കും മണ്ടിയല്ല. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പോകുന്നു. ഞാൻ പടത്തിനെ കുറിച്ച് തന്നെയാ സംസാരിക്കുന്നേ.
നല്ല രീതിയിൽ പോകുന്നു. ഫിലിം റിലീസാകുമ്പോൾ എല്ലാവരും പോയി കാണണം. ഓക്കെ? ഈ പടത്തിന്റെ ഹീറോയോടൊപ്പം താങ്കൾ വർക്ക് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. വളരെ ടാലന്റഡ് ആക്ടർ. പിന്നെ പടം കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ഹീസ് എ വെരി ടാലന്റഡ് ആക്ടർ. വളരെ നല്ല കലാകാരൻ. വാട്ട് ഐ റിയലൈസ് ഇംഗ്ലീഷ് സോറി what I realized while shooting the film that he's the most zen-like human being I met in my life. അദ്ദേഹം വളരെ ശാന്തനാണ്, വളരെ റിലാക്സ്ഡ് ആണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേയില്ല. അത് സെറ്റിലാണെങ്കിലും ഓഫ് സെറ്റിലാണെങ്കിലും അദ്ദേഹത്തെ മറ്റൊന്നും തന്നെ ഒരിക്കലും ബാധിക്കാറില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിൽ ഞാൻ കണ്ട ഗുണവും. പിന്നെ എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടാറില്ലേ? ജബ്സെ മിലാഹോ തേരാ ഹോനെ ലഗാഹോ. അതെന്ത് പാട്ടാ? ഫ്രം അജാബ്. അതെ. കറക്റ്റ്. അതെ, അതിലെന്തെങ്കിലും ഡബിൾ മീനിങ് ഉണ്ടോ? ഒന്ന് കുറച്ച് പാട്. അല്ല, എനിക്ക് വേണ്ടിയല്ല ഈ പാട്ട് പാടുന്നേ. അദ്ദേഹം അങ്ങനെയൊന്നും പാടാറില്ല. ഇപ്പോഴൊക്കെ ആവശ്യം പോലെ ന്യൂസ് പേപ്പറിൽ വരുന്നുണ്ട്, മീഡിയകളിൽ വരുന്നുണ്ട്, സോഷ്യൽ മീഡിയകളിലും ധാരാളം വരുന്നുണ്ട്. ഈ രൺബീർ അല്ലാതെ മറ്റൊരു രൺബീറിനെയും കുറിച്ച്. രൺവീർ. രൺവീർ സിംഗ്. അതെ, അദ്ദേഹത്തെ കുറിച്ച് ഒരു ന്യൂസ് വന്നിട്ടില്ല. അലിയോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ചോദിക്കൂ. നിങ്ങൾ സക്സസ്ഫുൾ മൊമെന്റിൽ എത്തിക്കഴിഞ്ഞു. അതിലേക്ക് എത്താനായുള്ള സീക്രട്ട് മന്ത്ര ഐ വോണ്ട്. പ്ലീസ് എനിക്ക് എന്തെങ്കിലും ഒരു സജഷൻ തരൂ. ഞാൻ എങ്ങനെയാണ് അവിടെ എത്തുക? റിജിത് സർ നിൽക്കുന്ന പൊസിഷനിൽ. ഹോണസ്റ്റ്ലി ഇത് ക്ലീഷേ ആൻസർ അല്ല. പക്ഷേ സത്യത്തിൽ എനിക്കൊരു സീക്രട്ട് മന്ത്രയും അറിയില്ല. അതേപോലെ ഞാൻ ഒറ്റയടിക്ക് വിജയം കൈവരിച്ചവളാണെന്ന് പറയാനും കഴിയില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നതെന്ന് പറയാം. ഒബ്വിയസ്ലി ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടന്റാ. അതല്ലാതെ മറ്റൊരു സീക്രട്ട് മന്ത്രവും ഇല്ല. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തീവ്രമായ സ്വപ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ അതെപ്പോഴും സ്വപ്നം കാണുകയാണെങ്കിൽ തീർച്ചയായും ആ സ്വപ്നം നടന്നിരിക്കും. താങ്ക് യു സോ മച്ച്. യു ആർ റിയലി അഡോറബിൾ ആലിയ. താങ്ക് യു. Like you, your voice also very nice. I just want to listen to your song that मैं तेनु समझावा क्यों. Please. मैं तेनु समझावा कि ना तेरे बिना लगदा जी. तू की जाने प्यार मेरा, मैं करा इंतजार हार तेरा. तू दिल तू यूं जान मेरी